എല്ലാവരും വ്യാജൻ എന്ന് പറഞ്ഞു. നമ്മളതൊന്നും പൂർണ്ണമായി വിശ്വസിച്ചില്ല. അപ്പോൾ അനുഭവത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ രാഹുലിനെ ഇവിടെ ഇറക്കുമതി ചെയ്ത് തന്നെ കുത്തക മുതലാളികൾക്ക് വേണ്ടി മാത്രമാണ്, പ്രത്യേകിച്ച് ഈ കോറി മാഫിയകൾക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും പിരായിരി ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടം നിൽക്കുമ്പോൾ നമ്മൾ ഇത്രയും വോട്ടുകൾ ചേർത്തി അദ്ദേഹത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തു. പക്ഷേ എല്ലാവരും വ്യാജൻ എന്ന് പറഞ്ഞു. നമ്മളതൊന്നും പൂർണ്ണമായി വിശ്വസിച്ചില്ല. അപ്പോൾ അനുഭവത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതല്ല നമ്മൾ വിചാരിക്കുന്നതല്ല അവരൊന്നും എന്നുള്ളത്. ഈ പാലക്കാട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടം വന്നത് ലോബികളെ നിർത്തിക്കൊണ്ട് ലോബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലക്കാട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെ വളർത്താൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. സത്യമാണ്. ഷാഫി പറമ്പിൽ രാഹുലിനെ ഇവിടെ ഇറക്കുമതി ചെയ്ത് തന്നെ കുത്തക മുതലാളികൾക്ക് വേണ്ടി മാത്രമാണ്, പ്രത്യേകിച്ച് ഈ കോറി മാഫിയകൾക്ക് വേണ്ടി മാത്രമാണ്. അതാണ് ഇവിടെ നടന്നത്. പാലക്കാട് രാഷ്ട്രീയം ഇപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ മാതിരി സാധാരണപ്പെട്ട അഹോരാത്രം പണിയെടുത്ത് പാർട്ടിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി പണ്ട് മുതലേ കൊടിയെടുത്ത് വന്ന് ഇവിടം വരെ കൊടി പിടിച്ചുകൊണ്ട് നടന്ന് നമ്മുടെ നേതാക്കളെ ഓർത്തുകൊണ്ട് നമ്മളിന്നും പോകുന്നത് എന്തിന് എന്നുള്ളൊരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതിനുള്ള മറുപടി എവിടെ നിന്ന് കിട്ടുന്നു പോലും അറിയില്ല. നമ്മളെ സംരക്ഷിക്കേണ്ടവർ തന്നെയാണ്. ഈ തങ്കപ്പൻ അവരെ മാതിരിയുള്ളവരൊക്കെയാണ് ഈ പണം വാങ്ങിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. മിനിഞ്ഞാന്ന് രാത്രിയാണ് ഇവരുടെ ഈ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കൽപ്പാത്തി തേര് ലാസ്റ്റ് ദിവസം രാത്രി ഇവരെ എല്ലാവരും കൂടെ ഒത്തുകൂടി എത്ര എമൗണ്ട്, എങ്ങനെ, ഏത് രീതിയിൽ എന്നുള്ളത് ഉറപ്പിച്ചത് അത് തന്നെയാണ്. നാട്ടിൽ മുഴുവൻ പ്രചരണമാണ്. എൻ്റെ വാർഡിൽ മൊത്തം പ്രചരണമാണ്. ഇവർ ഈ വില പേശി ഉറപ്പിച്ച കാര്യം അവരെല്ലാം പറഞ്ഞു കേട്ട അറിവാണ് എനിക്കുള്ളത്. എനിക്ക് അതിൻ്റെ തെളിവ് കാണിച്ചു തരാം. പണം വാങ്ങിച്ചു എന്നുള്ള തെളിവ് എൻ്റെ ഒരു ഫോട്ടോ സഹിതമില്ല. ബാക്കിയെല്ലാം ഇതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എൻ്റെ പേര് ഒറ്റ പേരായി കൊടുത്തതും ഇവരിവിടെ നടത്തിക്കൊണ്ടുവന്ന ബാക്കി എല്ലാ തെളിവും ഞാനിവിടെ കാണിച്ചു തരാൻ സന്നദ്ധയാണ്. ബോംബ് പൊട്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട കേരളത്തിലെ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ബോംബ് പൊട്ടിയിരിക്കുന്നു. അണുബോംബ് പൊട്ടിയിരിക്കുന്നു. ഹൈഡ്രജൻ ബോംബ് പൊട്ടിയിരിക്കുന്നു. പൊട്ടിച്ചിരിക്കുന്നത് പാലക്കാട്ടെ മഹിളാ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള പ്രീജ സുരേഷാണ് വലിയ ബോംബ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഷാഫി പറമ്പിലിനെതിരെയും വലിയ ബോംബ് പൊട്ടിച്ചിരിക്കുന്നു. പ്രീജ ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിരായിരിയിൽ മത്സരിക്കാൻ അവസരം കൊടുത്തില്ല, സീറ്റ് നൽകിയില്ല. അതാണ് ഇപ്പോ ഈ ചേച്ചിയെ ഇത്രയധികം പ്രകോപിതയാക്കിയത്. രാഹുൽ മാങ്കൂട്ടം വലിയ ലോബിയുടെ, വലിയ കുത്തക മുതലാളിയുടെ, അംബാനിയുടെ, അദാനിയുടെ ഒക്കെ ഏജന്റാണ് എന്നാണ് പ്രീജ സുരേഷ് പറയുന്നത്. വലിയ കുത്തക മുതലാളിമാരുടെ ഏജന്റാണ് എന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി, പ്രസ്ഥാനം എന്ന് ആരെങ്കിലും ഒക്കെ എഴുതി തന്നത് വായിച്ച് കാണാപ്പാഠം പഠിച്ച് വായിക്കുന്നതിന് മുമ്പ് ആ പ്രസ്ഥാനമായിരുന്നു വലുതെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയേക്കാൾ ഏറെ, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി ആവുന്നതിനേക്കാൾ ഏറെ ആ പ്രസ്ഥാനത്തിനായിരുന്നു ഈ പറയുന്ന മുൻതൂക്കം നൽകിയിരുന്നതെങ്കിൽ ഇത്തരത്തിൽ ബോംബ് പൊട്ടിക്കാൻ ചേച്ചി വരില്ലായിരുന്നു. മനസ്സിലായില്ലേ? ചേച്ചിക്ക് പ്രസ്ഥാനമൊന്നും ഒന്നുമല്ല. ചേച്ചി പ്രസ്ഥാനത്തിൽ വന്നതും ഈ പറയുന്ന പണിയെടുത്തു എന്നൊക്കെ പറയുന്നതും ഒക്കെ ചേച്ചിക്ക് സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ടാണ്. ചേച്ചി വാർഡ് മെമ്പർ ആവാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. ശരി തന്നെ. സ്ഥാനാർത്ഥി ആക്കിയില്ല എന്ന് കണ്ടപ്പോ ഈ പടക്കം പൊട്ടിച്ച് ബോംബ് പൊട്ടിച്ച് അങ്ങ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ലോബിയുടെ ആളുകളാണ്. ഏതാണ് ലോബി? ലോബി നമ്മുടെ അംബാനിയാണ്, അദാനിയാണ്, കുത്തക മുതലാളിമാർ, ബൂർഷ മുതലാളിമാർ. വാക്കുകൾ തന്നെ ഉണ്ട് ആരാ എഴുതി കൊടുത്തത് എന്നുള്ളത്. കാരണം പിരായിരിയിലും കണ്ണാടിയിലും ഇവരുടെയൊക്കെ കാലിനടിയിലെ മണ്ണ് രാഹുൽ മാന്തി എടുത്ത് വലിയ തുരങ്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. അവിടെ രാഹുലിനെതിരെ എന്തെങ്കിലും ഒന്ന് പൊട്ടിക്കണല്ലേ. കാരണം രാഹുലാണെങ്കിൽ പാലക്കാട്ടെ കോൺഗ്രസിൽ ഇങ്ങനെ പിടിമുറുക്കുകയാണ്, സജീവമാവുകയാണ്. ഇന്നലെ കണ്ണാടിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതിന് മുമ്പത്തെ അങ്ങനെ ഇടപെടലുകൾ വലിയ സജീവമായി നടത്തുകയാണ്. അപ്പോ ഷാഫി പറമ്പിൽ കൊണ്ടുവന്നിറക്കിയത് ലോബിക്ക് വേണ്ടിയാ. പക്ഷെ പണം വാങ്ങിയതിനുള്ള തെളിവൊന്നും ചേച്ചിയുടെ കയ്യിലില്ല. പിന്നെ എന്തിനുള്ള തെളിവാണാവോ ചേച്ചിയുടെ കയ്യിലുള്ളത്? അതുകൂടി ചേച്ചി ഒന്ന് പറയണം. ചേച്ചി അതിനിടയിൽ എന്തോ വ്യാജനാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താ വ്യാജൻ? ഒന്ന് പറഞ്ഞേ ചേച്ചി, എന്താണ് വ്യാജൻ? ഏത് രീതിയിലാ വ്യാജൻ?
എൻ്റെ പൊന്നു ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പേ ഈ വ്യാജൻ എന്നൊക്കെ വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയ കാര്യമാണ്, ആ ആരോപണമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കേസ് 2 വർഷമായിട്ട് കേരളത്തിലെ പിണറായിയുടെ പോലീസ് അന്വേഷിക്കുക. ആരാ പിണറായി വിജയൻ എന്നറിയോ ചേച്ചിക്ക്? രാഹുലിന്റെ ഉറ്റ ചങ്ങാതിയോ അല്ലെങ്കിൽ ഈ രാഹുൽ പിണറായിയുടെ വലങ്കയോ ഒന്നുമല്ല. രണ്ടാളും മുഖത്തോട് മുഖം നോക്കിയാൽ കടിച്ചു കീറുന്ന ആളുകളാ. അത്രയും വലിയ രാഷ്ട്രീയ എതിരാളികളാ ഈ 2 പേര്. ആ രാഹുലിന്റെ കാര്യത്തിൽ പിണറായിയുടെ പോലീസ് 2 വർഷത്തിലേറെയായി ഈ പറയുന്ന കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇനി നിമിഷം വരെ രാഹുലിനെ ഒന്ന് വിളിച്ച് ചോദിക്കാൻ പോലും ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ചേച്ചി ആരെങ്കിലൊക്കെ എഴുതി തന്നത് വായിക്കുന്നതിന് മുമ്പ്, അത് മനപ്പാടമാക്കിയത് ഇത്തരത്തിൽ ക്യാമറക്ക് മുന്നിൽ വന്നു നിന്ന് പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. പിന്നെ ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ചേച്ചി ചെയ്ത പരിപാടി എന്താണെന്നറിയോ? എന്താണ് ചേച്ചി ചെയ്ത പരിപാടി? പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വണ്ടി കയറി വടകരയുടെ മണ്ണിൽ പോയി ഇറങ്ങിയപ്പോൾ, അവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് പറഞ്ഞ് വേറൊരു തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. മറുകണ്ഠം ചാടി അവിടെ നിന്ന് മത്സരിച്ച് 1,00,000 വോട്ടിനാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ പറയുന്ന ആ വ്യക്തി തോറ്റു തുന്നം പാറിയത്. അതേ പ്രവൃത്തി തന്നെയാണ് ഇന്ന് ചേച്ചിയും ചെയ്യുന്നത്. പിരായിരിയിൽ എന്ന് പറഞ്ഞാൽ വേണ്ട, കേരളത്തിലെ എല്ലായിടത്തും ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ ചേച്ചിക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ചേച്ചി ഇങ്ങനെ ലോബിയാണ്, തെളിവൊന്നും എൻ്റെ കയ്യിലില്ല, പക്ഷെ എൻ്റെ വാർഡിലുള്ള എല്ലാവരും പറയുന്നുണ്ട് അയ്യോ അടിപൊളിയാണല്ലോ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ ചേച്ചി, നല്ല ഉഷാറായിട്ടുണ്ട് ചേച്ചി, കാണാപ്പാടം പഠിച്ച് അത് ബൈഹാർട്ടാക്കി മനപ്പാടം ആക്കിയിട്ട് വന്ന് പറഞ്ഞതാണ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടാ, നമ്മൾ 2 ആളും മാത്രം അറിഞ്ഞാൽ മതി. എന്താണ് ചേച്ചി, അറ്റ്ലീസ്റ്റ് ഈ ചേച്ചി ഇടയിൽ കുറേ വട്ടം പ്രസ്ഥാനത്തിന് വേണ്ടി എന്ന് പറയുന്നുണ്ടായല്ലോ. പ്രസ്ഥാനത്തിന് വേണ്ടിയാണെങ്കിൽ ചേച്ചി ഒരു വാർഡ് മെമ്പർ ആവുകയാണോ പ്രസ്ഥാനത്തിന് വേണ്ടി? ഒരു കാര്യം ചേച്ചി ആലോചിക്കണം. ചേച്ചിയുടെ പ്രായം എത്ര ഉണ്ട്? 40, 50 എത്രയോ ആവട്ടെ. ചേച്ചി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി? ചേച്ചി ഒന്ന് പറഞ്ഞാട്ടെ, എത്ര വർഷമായി ചേച്ചി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി ചേച്ചി? പറയണം. കാരണം ഒരായുസ് മൊത്തം 60ഉം 70ഉം വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പല ആളുകളും ഇന്നും കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. 50 വർഷത്തിലേറെ, 60 വർഷത്തിലേറെ, 70 വർഷത്തിലേറെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സാധാരണക്കാരായ പാർട്ടിയുടെ കൊടിയേന്തിയ, പാർട്ടിക്ക് വേണ്ടി മഴയും വെയിലും കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ച, പാർട്ടിക്ക് വേണ്ടി തെരുവിൽ സമരങ്ങളിൽ മുന്നിൽ നിന്ന് പോരാളികളായി നിന്ന പല ആളുകളും കേരളത്തിൽ നിന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് ഇന്ന് വരെ ഈ പാർട്ടിയുടെ കൊടി പിടിച്ചതിന്റെ പേരില്, ഈ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരില് ഇന്ന് നിമിഷം വരെ ഒരു നയാ പൈസയുടെ ഒരു ആനുകൂല്യം ലഭിക്കാത്തവര്, ഒരു വാർഡ് മെമ്പർ ആവാൻ സാധിക്കാത്തവര്, ഒരു പാൽ സൊസൈറ്റിയുടെ മെമ്പർ ആവാൻ സാധിക്കാത്തവര് ഇന്നും ഈ പാർട്ടിയിൽ വളരെയധികം ആളുകളുണ്ട് ചേച്ചി. ചേച്ചിയൊക്കെ അതൊക്കെയാണ് മറന്നുപോയത്. ചേച്ചി എത്ര വർഷമായി പ്രവർത്തിക്കുന്നു പാർട്ടിക്ക് വേണ്ടിയിട്ട്? 5 വർഷം, 10 വർഷം, അതിനപ്പുറമൊന്നും ഇല്ലല്ലോ ചേച്ചി. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഈ പറയുന്ന വാർഡിലെ സ്ഥാനാർത്ഥിത്വം നൽകിയില്ലെന്ന് പറഞ്ഞ് രാഹുലിനെയും ഷാഫിയെയും ഒക്കെ ക്രൂശിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ നേരത്ത് എന്നെങ്കിലും ഒരിക്കൽ ഈ ഷാഫി പറമ്പിലിനോടോ രാഹുൽ മാങ്കൂട്ടത്തിനോടോ നേരിട്ട് ചോദിച്ചിട്ടുണ്ടോ ഇതിനുള്ള ഈ ചോദ്യങ്ങൾ? എന്നാലല്ല ഉത്തരം കിട്ടുന്നത്. ആരുടെയെങ്കിലും അച്ചാരം വാങ്ങിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിൽ പിന്നെ ഈ ചേച്ചിയോടൊന്നും പറയാനില്ല. ബോംബൊക്കെ പൊട്ടിക്കുന്നത് നല്ലതാ, പക്ഷേ അത് എവിടെ പൊട്ടിക്കുന്നു എന്നുള്ള കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ചേച്ചിയൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാ. കാരണം ചേച്ചി പൊട്ടിച്ചതിനേക്കാളും വലിയ ബോംബുകളൊക്കെ പൊട്ടിച്ച ആളുകൾ ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയില്ല. മനസ്സിലായില്ലേ? ചേച്ചി ഇപ്പൊ പൊട്ടിച്ചതിനേക്കാളും വലിയ ബോംബുകൾ പൊട്ടിച്ചവരൊക്കെ എവിടെയാണെന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ സാധിക്കില്ല. അങ്ങനത്തെ ആളുകളുടെ നേരെയാണ് ചേച്ചി ഈ ബോംബൊക്കെ എറിയുന്നത്.
ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു നയാ പൈസയുടെ ആനുകൂല്യം തിരിച്ചു ലഭിക്കില്ലെന്ന് കണ്ടിട്ടും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ജീവിതായുസ് മൊത്തം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ, ഒരു സ്ഥാനമാനവും പ്രതീക്ഷിക്കാതെ ഇന്നും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കായ ആളുകൾ ഈ കേരളത്തിൽ ഉണ്ടെന്നുള്ള കാര്യം ചേച്ചി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ? ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാർഡ് മെമ്പർ ആവാൻ സീറ്റ് നൽകിയില്ല, അല്ലെങ്കിൽ മത്സരിപ്പിച്ചില്ല എന്നൊക്കെ കരുതി വിളിച്ച് പറയുന്നത് മറ്റാരുടെയെങ്കിലും അച്ചാരം വാങ്ങിയിട്ട് ഇനി അവരുടെ കൂടാരത്തിൽ ചെന്ന് കയറിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള മോഹം കൊണ്ടാണെങ്കിൽ ആയിക്കോളൂ, കുഴപ്പമില്ല. വിജയിച്ച് വാർഡ് മെമ്പർ ആയിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ അവിടെയും ഒറ്റുകാരത്തിയാവും ചേച്ചി, എത്രമാത്രമേ പറയാനുള്ളൂ. എന്താണെങ്കിലും പൊട്ടിച്ച ബോംബ് ചേച്ചിയുടെ തിരിച്ചറിവിലേക്ക് വേണ്ടി പറയുകയാണ്. പൊട്ടിച്ച ബോംബ് അത് ചീറ്റിപ്പോയിട്ടുണ്ട് ചേച്ചി, അത് ചീറ്റിപ്പോയിട്ടുണ്ട്. അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടില്ല, അത് മറ്റു പലയിടത്തുമാണ് കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ചേച്ചിയുടെ ബോംബുകളൊന്നും അങ്ങനെ അങ്ങോട്ട് ഫലിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ചേച്ചിക്ക് ഉണ്ടാവുന്നത് നല്ലതാ. ചേച്ചിക്ക് ചിലപ്പോ പിരായിരിയിൽ ചിലപ്പോ CPM-ന്റെ BJP-യുടെ ഒക്കെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള അവസരം വന്നു ചേർന്നേക്കാം. അങ്ങനെ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക. വേറെ ഒരു തീയുണ്ട്. കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്ക് മത്സരിക്കാൻ സീറ്റ് നൽകിയില്ല എന്ന് പറഞ്ഞ് തലമുണ്ടനം ചെയ്തിട്ട് ഇറങ്ങിപ്പോയ ഒരു വ്യക്തി, ആ വ്യക്തി ഇന്ന് കോട്ടയത്ത് അവിടെ ഒരു നഗരസഭ വാർഡിൽ പ്രധാനമന്ത്രിയാവാൻ മത്സരിക്കുന്നു. മനസ്സിലായില്ലേ? പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സ്ഥാനമാനങ്ങളും എല്ലാ അധികാരങ്ങളും നേടിയിട്ട് ഒരു ജീവിതായുസിന്റെ അവസാന സമയത്ത് പാർട്ടി പരിഗണിച്ചില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആള്, ആ 10ാം ക്ലാസ് പാസ്സായ വ്യക്തി ഇന്ന് 8ാം ക്ലാസ്സിൽ പോയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പാർട്ടി വിട്ടത്. ഇപ്പോ കോട്ടയത്ത് നഗരസഭ വാർഡിലേക്ക് മത്സരിക്കുന്നുണ്ട്. എന്താണെങ്കിലും വിജയാശംസകൾ ചേച്ചി. ബോംബുകൾ ഇങ്ങനെ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ചേച്ചിയൊക്കെ വീണ്ടും ബോംബുകൾ പൊട്ടിച്ചു കൊണ്ടേയിരിക്കണമെന്ന് അഭ്യർത്ഥന മാത്രമാണുള്ളത്.